നമ്മുടെ മലയാള സാഹിത്യം കണ്ട എക്കാലത്തെയും ഏറ്റവും മഹാനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറാണ് എന്നുള്ളതിൽ ഞങ്ങൾക്കാർക്കും ഒരു സംശയമില്ല. അദ്ദേഹത്തിന് ഭഗവത്ഗീതയും കുറെ മുലകളും എന്ന പുസ്തകം ഇന്ന് എഴുതാൻ സാധിക്കുമോ? ഇതാണ് മുമ്പോട്ട് വരുന്ന ചോദ്യം. ആ കൃതി ഒരു സിനിമയായാൽ എന്ത് ടൈറ്റിൽ നമ്മളിടും? ഇത് ഞാൻ ഒരു മതത്തെ ബന്ധപ്പെടുത്തി പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ സൈറ്റാനിക് വേഴ്സിന്റെയും ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റിന്റെയും ഒക്കെ ഉദാഹരണങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഫ്രെയിം വർക്കുകളെ, ചട്ടക്കൂടുകളെ ചോദ്യം ചെയ്യുമ്പോഴാണ് കല ഉണ്ടാവുന്നത്. ചട്ടക്കൂടിനകത്ത് മാത്രം നിന്നുകൊണ്ടുണ്ടാവുന്നത് ഒരിക്കലും കലയാവില്ല. പാവയോ ഇവൾ എന്ന് തിരിഞ്ഞു നിന്ന് രാമനോട് ചോദിച്ചപ്പോഴാണ് ചിന്താവിഷ്ടയായ സീതയുണ്ടായത്. ഭുജശാഖ വിട്ടുയരുന്നു ഞാൻ എന്നാ പറയുന്നത്. എനിക്കിനി അത് വേണ്ട, ഞാൻ സ്വതന്ത്രമായ ആകാശത്തിലേക്ക് പറക്കുന്നു എന്നാണ് ആശാന്റെ സീത പറഞ്ഞത്. ആ സീത ഇന്നും നമ്മളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ സീതയെ നിശബ്ദമാക്കാനാണ് ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത്. അതിന് അങ്ങനെ നിശബ്ദയാക്കപ്പെടേണ്ടവളല്ല സീത എന്നുള്ളതാണ് ഞങ്ങൾക്ക് തരാനുള്ള ഉത്തരം.